Hi friends, welcome to Recipes Recooked. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്പി ആയിട്ടുള്ള സ്പൈസി പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. സിമ്പിൾ ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള സ്പൈസി പൊട്ടറ്റോ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഈ പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ പറയട്ടെ, ഈ പൊട്ടറ്റോ ഫ്രൈക്ക് അത്യാവശ്യം എണ്ണ വേണ്ട ഒരു റെസിപ്പിയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി എണ്ണ നന്നായിട്ട് ചൂടാവണം. ഇതിലോട്ടിനി മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളം നല്ല ക്ലിയറായി വരുന്നത് വരെ, സ്റ്റാർച്ചൊക്കെ പോയി വെള്ളം നല്ല ക്ലിയറായി വരുന്നത് വരെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവിൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. ഇനി മുളക് പൊടി ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഒരു 1/4 വേവ് ആകുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇവിടെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 1/4 വേവ് ആകുന്നത് വരെ വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങെല്ലാം ഒരു 1/4 പരുവം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഇതിലോട്ടിനി 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് അടുപ്പിച്ച് ഇതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ അകമേ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്തിട്ടല്ല നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നത്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കാനായിട്ട്. എന്നാലാണ് ആ ക്രിസ്പിനെസ്സൊക്കെ കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ എണ്ണ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ. ക്രിസ്പി ആൻഡ് സ്പൈസി പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കർഡ് റൈസിൻ്റെയും ലെമൺ റൈസിൻ്റെയും ഒക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. Till then, take care and thanks for watching Recipes Recooked.